കാലഘട്ടത്തിലും അതാതു കാലഘട്ടത്തിലെ നബിമാർ കളവാക്കപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അമീനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിമാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം ആവില്ല. മുഹമ്മദ് നബി ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം ആവില്ല. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് തന്നെ വിശ്വസിക്കണം. അതിൻ്റെ താഴേക്കൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഈമാനിന് എപ്പോഴും കുഴപ്പം പറ്റുക ഫർഇ കേടരലാണ്. അതായത് മുഹമ്മദ് നബിയിൽ താല്പര്യം കുറയലാണ് ആദ്യം സംഭവിക്കുക. കാമിലായ ഈമാന്റെ ഉദാഹരണം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ്. യുക്തിവാദം, നിരീശ്വരവാദം, ലിബറലിസം, സർവമത സത്യവാദം എല്ലാം പരിശോധിച്ച് നോക്കി മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് ഉണ്ടാകുക സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹറം മാസമായാലും നമ്മളൊക്കെ നാട്ടിലെ മദ്രസയിലെ ഉസ്താദുമാർ കുട്ടികൾക്ക് നബിദിന പരിപാടികൾ പഠിപ്പിക്കും. പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും സംഭാഷണവും അങ്ങനെയുള്ള പരിപാടികളൊക്കെ പഠിപ്പിച്ചു തുടങ്ങും. അതേ മുഹറം ആകുമ്പോൾ തന്നെ മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന പ്രഭാഷണം ആരംഭിക്കും. മുഹറം മാസം അങ്ങനെ ആവുന്നതോടുകൂടി കുട്ടികൾക്ക് നബിദിന പരിപാടികളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു തുടങ്ങണം. അതേ സമയത്ത് തന്നെ മൗലിദ് ശിർക്ക് തന്നെയാകുന്നു എന്ന് ഇലക്ട്രിക് പോസ്റ്റുമ കാണുകയും ചെയ്യാം. മുഹമ്മദ് നബിയോടുള്ള താല്പര്യം കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഈമാന്റെ നുക്സാനിയത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ വിഷയത്തെ വളരെ ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. കാര്യങ്ങളെ ആളുകൾക്ക് നല്ല നിലയിൽ യുക്തിഭദ്രമായി പഠിപ്പിക്കണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണുരുട്ടിയ നേരായിരുന്നു. ഇനി കണ്ണുരുട്ടിയിട്ടൊന്നും കാര്യമില്ല, കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടി വരും. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയേണ്ടത് മുസ്ലിങ്ങളോടാണ്, വഅലൈക്കും അസ്സലാം എന്ന് മടക്കേണ്ടതും മുസ്ലിങ്ങളോടാണ്. എന്തുകൊണ്ട് എന്നത് യുക്തിഭദ്രമായി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും കാര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിലെ പ്രയോഗങ്ങളൊക്കെ സാങ്കേതിക പ്രയോഗങ്ങളാണ്, ഭാഷാർത്ഥത്തിലുള്ള പ്രയോഗമല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലല്ല, പിന്നെ എയർപോർട്ടിലൊക്കെ ചെന്നാൽ പ്രയർ ഹാൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. ദ്വാരക്കണ സ്ഥലം പ്രയർ. സ്വലാത്ത് എന്നതിന്റെ ഇംഗ്ലീഷാണ് പ്രയർ. പ്രയർ എന്ന് പറഞ്ഞാൽ ദ്വാരക്കണല്ല. പ്രയർ ഹാൾ എന്ന് എഴുതിച്ചാൽ ദ്വാരക്കണ സ്ഥലം എന്നല്ല, നിക്കരിച്ചണ സ്ഥലം എന്നാ. നിക്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു നോക്കാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റമദാൻ എന്ന് പറഞ്ഞാൽ എന്താ? സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കാനാണ്. ബസ് കയറിങ്ങാണ്ട് കമ്പി പിടിച്ചാണ്ട് ഇങ്ങനെ നിന്നാ നോമ്പാവും ആവൂലല്ലോ. പ്രഭാതം മുതൽ പ്രദോഷം വരെ നീയത്തോടുകൂടി നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുന്നതിന് സാങ്കേതികമായി പറയുന്ന ഒരു വാക്കാണ് സൗം എന്നത്. വഹാബികളും ജമാഅത്തുകാര് തബ്ലീഗുകാര് ഇവർക്കൊക്കെ പറ്റിയുള്ള പ്രശ്നം സാങ്കേതിക ഡിക്ഷണറി ഓപ്പറേറ്റ് ചെയ്തില്ല എന്നതാണ്. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണമെന്നും പഠിക്കണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് സാങ്കേതിക ഡിക്ഷണറി ഓപ്പറേറ്റ് ചെയ്യണം. സാങ്കേതിക ഡിക്ഷണറി ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ എത്ര സാങ്കേതിക പദങ്ങൾ ഉണ്ടെന്ന് ആദ്യം പരിശോധിക്കണം. ഉദാഹരണമായിട്ട് പറയാം, ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ലേ, പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയേണ്ടതല്ലേ, തിരിയണമെങ്കിൽ മലയാളത്തിലാവണ്ടേ എന്ന് ചോദിച്ചു വിചാരിക്കാം. ഇതിലെത്ര സാങ്കേതിക പദം ഉണ്ട് നോക്കണം. ഒന്ന്, ഖുതുബ എന്നതൊരു സാങ്കേതിക പദം. രണ്ട്, പ്രസംഗം എന്നതൊരു സാങ്കേതിക പദം. രണ്ട് സാങ്കേതിക പദങ്ങൾ അതിലുണ്ട്. ഇതാദ്യമായിട്ട് എന്താണെന്ന് മനസ്സിലാവണം. ഇതിൽപ്പെട്ടതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവണം. ഇങ്ങനെ സാങ്കേതിക പദങ്ങൾ ഓപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കൊരു വിഷയത്തിന് മറുപടി പറയാൻ കഴിയുള്ളൂ. ഇപ്പോ ഞാൻ ഇപ്പോൾ അടുത്ത് എന്ത് കേട്ട് സദഖത്തുൽ ഉസ്താദ്, അള്ളാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, സദഖത്തുൽ ഉസ്താദ് ഒരിക്കലും 1000 ചോദ്യങ്ങളും അവയുടെ ഉത്തരവുമുള്ള ഒരു പുസ്തകം എഴുതിത്തരാം. 1000 ചോദ്യം അതിന്റെ ഉത്തരം. എന്നിട്ട് സംശയമില്ല നമുക്ക് കാണിച്ചു കൊടുത്ത് ഈ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോവാണ്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ.
ഇത് ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്ന് നോക്കി തരുമോന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മൊത്തം നോക്കിയിട്ട് സംശയമില്ല തിരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞത്രേ ചോദ്യം ഒഴിവാക്കിയിട്ട് ഉത്തരം മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതി. അപ്പൊ മഹാനവറിന് ചോദിച്ചു, എന്തേത് ചോദ്യത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ചോദ്യം ഉത്തരം ഒരാൾ വായിച്ചു, ചോദ്യം അയാൾക്ക് മനസ്സിലാവുകയും ഉത്തരം അയാൾക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്താൽ മുബ്തദിയാവും. അതുകൊണ്ട് ചോദ്യം വേണ്ട, ഉത്തരം മാത്രം. സത്യത്തിൽ ഇന്ന് മുജാഹിദ് ജമാഅത്തിനൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഓർക്ക് ചോദ്യം മനസ്സിലായതാനുള്ള പ്രശ്നം, ഉത്തരം മനസ്സിലാവൂല്ല, ഓലയും ശ്രമിക്കൂല്ല. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ച് നമ്മളതിന്റെ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ഓല അടുത്ത ചോദ്യം ചോദിക്കും എന്നുള്ളതാണ്. ഓർക്ക് ചോദ്യം മനസ്സിലായി എന്നുള്ളതാണുള്ള സംഗതി പ്രശ്നം പറ്റിയത്. ഉത്തരം മനസ്സിലായതില്ല, ഉത്തരം മനസ്സിലാക്കാൻ അവരോട് ശ്രമിക്കുന്നുമില്ല എന്നതാണ് അവർക്ക് പറ്റിയിട്ടുള്ള വലിയൊരു പ്രശ്നം. അതുകൊണ്ട് ഓരോരുത്തർ കുറെ ചോദ്യമാണ് ഉണ്ടാകുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം തന്നെ ആ ചോദ്യം ഞമ്മക്ക് മനസ്സിലായിട്ടുണ്ടോ നോക്കണം. അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് വ്യക്തമാകണമെങ്കിൽ ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള സാങ്കേതിക പദങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ സലാം പറയൽ അസ്സലാമു അലൈക്കും എന്ന് മുസ്ലിങ്ങളോട് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിലെ അസ്സലാമു എന്ന സലാം എന്നാൽ എന്താണ് എന്നതിൻ്റെ അതെന്തിനുള്ള പ്രയോഗമാണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അസ്സലാം എന്ന് പറഞ്ഞാൽ അത് വാക്കർത്ഥം രക്ഷ തന്നെയാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇസ്ലാമിലെ ഒരു പ്രയോഗം വാക്കർത്ഥത്തിലല്ല ഉള്ളത്. സ്വലാത്ത്, സക്കാത്ത്, സൗമ് തുടങ്ങിയ എല്ലാ, ഖുർആൻ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ പരിശോധിച്ചാലും ഒന്നും വാക്കർത്ഥത്തിലല്ല, എല്ലാം അതിനാണ് ഇസ്തിലാഹ് എന്ന് നമ്മൾ പറയുന്നത്. എല്ലാ വാക്കുകളും ഇസ്തിലാഹിയായ പ്രയോഗമാണ്. അങ്ങനെയാണെങ്കിൽ അസ്സലാം എന്നതിൻ്റെ ഇസ്തിലാഹ് എന്താണ്, എന്തിനാണ് ആ സംഗതി പ്രയോഗിക്കുന്നത് എന്നത് പരിശോധിക്കണം. അസ്സലാം എന്ന് പറഞ്ഞാല് നിലവിലുള്ള ഈമാനിൽ നിത്യമാവുകയും അതേ ഈമാനിൽ മരണപ്പെടുകയും ദാറുസ്സലാമിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന, ദാറുസ്സലാം എന്ന് പറയുന്നത് സ്വർഗം, ദാറുസ്സലാമിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതിനാണ് അസ്സലാം എന്ന് പറയുന്നത്. നിലവിലുള്ള ഈമാനിൽ വിശ്വാസത്തിൽ സ്ഥിരമാകട്ടെ എന്നത് നിലവിൽ ഈമാനുള്ളവർക്ക് മാത്രമേ ഫിറ്റാവുള്ളൂ എന്നതുകൊണ്ടാണ് മുസ്ലിമിനോട് മാത്രം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ കാരണം. ഈ സാങ്കേതിക ഡിക്ഷണറി ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കാതെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഈ സാധനങ്ങൾ ചോദ്യത്തിൽ ഒരുപാട് സാങ്കേതിക പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ സാങ്കേതിക പ്രയോഗങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഇത് നമ്മളിങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ അത് ശരി തന്നെയാണ് ആരും പറയും. ഇതിങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ അത് ശരി തന്നെയാണ്, ഇതിന്റെ അർത്ഥം എങ്ങനെയെന്ന് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. നമ്മളും അതിന്റെ ഭാഷാർത്ഥം പറഞ്ഞിങ്ങാണ്ട് പെട്ടതാണ്. എന്നാൽ ഈ വിഷയത്തിൽ വഹാബികളും അതുപോലെ മുജാഹിദുകൾ, ജമാഅത്തുകാരൊക്കെ അബദ്ധം സംഭവിച്ചു. നമ്മളെങ്കിലും ഓരോ വിഷയത്തിന്റെയും അവർ ഇബാദത്തിനെ പരിഭാഷപ്പെടുത്തി, അതല്ല പറ്റിയ ദുആഇനെ പരിഭാഷപ്പെടുത്തി, എല്ലാ സാധനവും അതേമാതിരി പരിഭാഷപ്പെടുത്തി. അതിന്റെ ഇസ്തിലാഹിനെ പറയുന്നതിന് പകരം ഭാഷാർത്ഥത്തെ പറഞ്ഞതാണ് പ്രശ്നം. ഇവിടെയും അതേ പ്രശ്നമാണുള്ളത്. അതുകൊണ്ട് വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുകയും ചെയ്യണം. ഇവിടൊക്കെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസം ഉറക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ പിന്നിലെ താരീഖ് ഉറക്കണം, എന്നാലേ ഉറക്കുള്ളൂ. ഞാനീ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഒരു വിഷയം, മനസ്സിലൊരു കാര്യം കൽബിൽ ഉറക്കണമെങ്കിൽ ആ വിഷയത്തിന്റെ പിന്നിലെ താരീഖ് ഉറക്കണം, എന്നാലേ ഉറക്കുള്ളൂ. വഅദ് എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഉത്ബോധനം നടത്തുന്നതിനാണ് വഅദ് എന്ന് പറയാ. വഅദിന്റെ നിർവചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുൻകഴിഞ്ഞ സാലിഹീങ്ങൾ, മഹത്തുക്കൾ എന്നിവരുടെ താരീഖ് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഉത്ബോധനം നടത്തുന്നതിനാണ് വഅദ് എന്ന് പറയുന്നത്. ഒരു വിഷയം നമ്മുടെ കൽബിൽ ഉറക്കണമെങ്കിൽ അതിന്റെ പിന്നിലെ താരീഖ് ഉറക്കണം. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ച ദിവസമാണ്. അപ്പുറച്ചു. തിങ്കളാഴ്ചയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഫീഹി ഉലിദ്തു, അന്ന് ഞാൻ ജനിച്ച ദിവസമാകുന്നു.
ഒരു സംഗതി ഉറക്കുക അതിൻ്റെ പിന്നിലെ താരീഖ് ഉറക്കുമ്പോഴാണ്. ഉദ്ഹിയ്യ തന്നെ എടുത്തോളി ഉദാഹരണം. നമ്മളൊക്കെ നാടുകളിൽ പോത്തിനറക്കലുണ്ട്. പോത്തിനറക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ 4 കാര്യങ്ങളാണ് പോത്തിനറക്കാൻ വേണ്ടത്. ഒന്ന്, നല്ലൊരു പോത്തും കുട്ടി വേണം, പിന്നെ നല്ല മൂർച്ചുള്ളൊരു കത്തി വേണം, പിന്നെ അറക്കാൻ പറ്റുന്നൊരു മല്ലാക്ക വേണം, പിന്നെ പിടിച്ചു തരാൻ പറ്റിയ നല്ല മുടുക്കുള്ള 4 ആൾക്കാരും വേണം. 4നാണ് പോത്തിനറക്കാൻ വേണ്ടത്. ഇതേ 4 സാധനമാണ് ഉദ്ഹിയ്യത്തിന് അറക്കാനും വേണ്ടത്. നല്ല ഉദ്ഹിയ്യത്തിന് പറ്റുന്ന ഒരു മൃഗം വേണം, പിന്നെ നല്ല മൂർച്ചുള്ള ഒരു കത്തി വേണം, അറക്കാൻ പറ്റിയ ഒരാൾ വേണം, പിടിച്ചുതരാൻ പറ്റിയ ആൾക്കാരും വേണം. രണ്ടിനും ഒന്ന് തന്നെയാണ്. വെള്ളിയാഴ്ചത്തെ പോത്തിനറവും ഉദ്ഹിയ്യത്തിന്റെ അറവിനും വേണ്ട സാധനങ്ങൾ ഒന്നാണ്. രണ്ടും തമ്മിൽ വേർതിരിയുന്നത് എവിടെയാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയ താരീഖ് ഉറക്കുന്നിടത്താണ് രണ്ടും തമ്മിൽ വേർതിരിയുന്നത്. ഈ താരീഖുകൾ കൽബിൽ ഉറപ്പിക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. സത്യത്തിൽ താരീഖ് നമുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഉണ്ടാവില്ലല്ലോ. നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുമ്പോൾ എന്ത് പറയും? വരക്കൽ മുലക്കോയ തങ്ങൾ വാപ്പാന്റെ അവിടുന്ന് പറയും. ജമാഅത്തേര് പുതിയ തീരുമാനം അവരുടെ സ്ഥാപന ചരിത്രം ഇനി പറയരുത് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇനി പറയരുത് എന്നാണ്. കാരണം അത് പ്രശ്നമാണ് എന്നുള്ളതാണ്. വഹാബികള് റഷീദ് റിളയുടെയോ മുഹമ്മദ് അബ്ദയുടെയോ ഒന്നും താരീഖ് പറയില്ല. കാരണം പറഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് നമ്മളെ ആൾക്കാർ താരീഖ് പറയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു പ്രത്യേകത. സുന്നത്തി ജമാഅത്തിന്റെ ആളുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് നമ്മുടെ എല്ലാ മുൻകഴിഞ്ഞ ആളുകളുടെയും കണ്ണിത്തുസ്താനൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എത്രങ്ങാനും പറയാണ്ട്. സംശയമില്ല ഈ റഹിമഹുല്ലയെ പറയുമ്പോൾ നമുക്ക് എത്രങ്ങാനും പറയാണ്ട്. അത് പറയാനായിട്ട് നമ്മൾ ഒരു ദിവസം പരിപാടി തന്നെ നടത്തും. ശംസുൽ ഉലമയുടെ മനാഖിബ് പറയാനായിട്ട് ശംസുൽ ഉലമ അനുസ്മരണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തെ പരിപാടി നടത്തിയിട്ട് കുറെ ആൾക്കാർ വന്ന് എല്ലാവരും പറഞ്ഞാലും തീരായിട്ട് അവസാനം നമ്മൾ സോവനിയറാക്കിയിട്ട് ഇറക്കുകയും ചെയ്യും. മറ്റവർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിയുന്നത് ഈ താരീഖിലാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ താരീഖിനെ നമുക്ക് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി സാധ്യമാവുകയും വേണം. ശരിയായ റൂട്ടിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജൂതന്മാര്, ക്രിസ്ത്യാനികള്, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ലിബറലിസ്റ്റുകൾ എല്ലാവരും ഒരു അസ്ലിൽ ഒരുമിക്കുന്നത് കാണും. മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഹക്കിനെതിരെ സംസാരിക്കുന്ന എല്ലാവരും ഒരു അസ്ലിൽ ഒരുമിക്കും. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവിലാണ്. ഉമറുസ്താദിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഈമാൻ കൂടുകയും ഈമാൻ ചുരുങ്ങുകയും ഈമാൻ പുതിയതാവുകയും ഈമാൻ പഴയതാവുകയും ഒക്കെ ചെയ്യും. അൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ കഹ്ഫുകാരെ പറഞ്ഞുകൊടുത്ത് വസിദ്നാഹും ഹുദ, അവർക്ക് ഞാൻ ഹുദയെ വർദ്ധിപ്പിച്ചു. കൂടുന്ന ഏത് സാധനവും ചുരുങ്ങും. നമ്മളൊക്കെ നാട്ടിൽ ആരെങ്കിലും മരിച്ചാല് വെള്ളിയാഴ്ച ജുമേന്റെ ശേഷം ഇമാമ് ദിക്റ് ചൊല്ലുന്നതിന്റെ മുന്നേ പറയും, ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും. ജദീദാകുന്ന ഏത് സാധനവും ഖദീമാവും. അപ്പോൾ ഈമാൻ പഴയതാകും, ഈമാൻ പുതിയതാകും, ഈമാൻ കൂടും, ഈമാൻ കുറയും. എപ്പോഴാ പുതിയതാകുക, എപ്പോഴാ പഴയതാകുക, എപ്പോഴാ കൂടുക, എപ്പോഴാ കുറയുക? മുഹമ്മദ് നബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിനനുസരിച്ചാണ് ഈമാൻ പുതിയതാകുന്നതും ഈമാൻ വർദ്ധിക്കുന്നതും ഈമാൻ കൂടി വരുന്നതും അല്ല. അതുകൊണ്ട് നമ്മുടെ ഉമ്മത്തിന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈമാൻ സ്ഥിരപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. എല്ലാവരും വ്യത്യസ്തമായി വരുന്നത് അവിടെയാണ്. കുറച്ച് മൂന്ന് ആൾക്കാർ ഒരു ദിവസം ഇങ്ങനെ നല്ല തുണിങ്കുപ്പായൊക്കെ എടുത്തിട്ട്, കുറച്ച് നീളമുള്ള തുണിങ്കുപ്പായൊക്കെ ഇട്ടിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് പെരേക്ക് വന്നു. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അത് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഞങ്ങളൊരു നസീഹത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് നീളമുള്ള കുപ്പായൊക്കെ ഇട്ടിട്ട് അങ്ങനെ വന്നുകൊണ്ട്. അപ്പം എന്നാൽ ആയിക്കോട്ടെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ നസീഹത്ത് കേൾക്കാതിരിക്കും പോലെ അങ്ങനെ നല്ലക്ക് ഇരുന്നൊടുത്ത്. അപ്പോൾ ഇതിലെന്തോ ഒരു പന്തികേടുണ്ട് എന്ന് തോന്നിയപ്പോൾ പറഞ്ഞു, അല്ല ഞങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു നസീഹത്ത് ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടി വന്നതാണ്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. പിന്നെ അതെല്ലാം കിട്ടിയ ചാൻസല്ലേ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു, മുത്തുനബിനെ നല്ലോണം സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് വേണ്ട തന്നെ, നല്ല നസീഹത്തായി, എന്നാൽ പിന്നെ പോവുക എന്ന് പറഞ്ഞാണ്ട് പോകാൻ വേണ്ടി നീച്ചപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, മുത്തുനബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നല്ലോണം സ്നേഹിക്കണം എന്ന് വീണ്ടും പറഞ്ഞു. അത് വേണ്ട തന്നെയാണ് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു,
അല്ല, ഞങ്ങൾക്ക് നബിമാര് തെറ്റ് ചെയ്യുമെന്ന അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതിലൊരാൾ പറഞ്ഞു, അത് ചെയ്യൂ, ഒരു മനുഷ്യന്മാരനല്ലേ, ഒരു ചെയ്യുമല്ലോ. ഞമ്മളെ നബിയോ എന്ന് ചോദിച്ചു. ഞമ്മളെ നബിയും ചെയ്യും എന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്ന് പറഞ്ഞാണ് പറഞ്ഞപ്പോ അതിലൊരാള് ഒന്ന് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിൽക്കട്ടെ, നിങ്ങൾക്ക് ഒന്ന് എണ്ണ കിട്ടിയില്ല, എനിക്കതും കിട്ടൂല. തെറ്റുള്ള എണ്ണ മുത്തുനബീന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെറ്റ് നീ പറയണ്ടല്ലോ, എണ്ണിയാ മതിയല്ലോ. ഒന്ന് എണ്ണിയില്ലേ, നിങ്ങൾക്ക് ഒന്ന് എണ്ണ കിട്ടിയല്ലോ, എനിക്കതും കിട്ടൂല. ഞാനും നിങ്ങളും വ്യത്യാസപ്പെടുന്നത് ഈ കാര്യത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ വിദേഹത്തിന്റെ കസ്ല് മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുസുന്നത്തി വൽ ജമാഅ വ്യത്യാസപ്പെടുന്നതും അവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ വ്യത്യാസങ്ങളൊന്നും നമ്മൾ ഇതേമാതിരി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. നമ്മളൊരു ജമാഅത്തേരനെ കണ്ടു, പിന്നെ പള്ളിയൊക്കെ നിസ്കരിച്ചാൻ വേണ്ടി വന്നൊരു ജമാഅത്തേരം. അപ്പൊ നമ്മൾ അനക്ക് നബിനോട് താല്പര്യമില്ലാത്തതാണുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓൻ സമ്മതിക്കൊന്നുമില്ല. കുഴപ്പം എന്താന്ന് വൈദ്യനാണ് അറിയേണ്ടത്, അല്ലാതെ രോഗിക്കല്ല. ഡോക്ടർക്ക് അറിയണം എന്താ ഓന്റെ കുഴപ്പം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൽബിക്കണ്ട് കയറിയാല് സുന്നിയല്ലാതെ ആകാൻ കഴിയൂല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഖൽബിലേക്ക് കയറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കണം.